friends, welcome back to my dream world. ഞാൻ നിങ്ങളുടെ ജിഷ. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. ക്രീപ്പ് പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രീപ്പ് പേപ്പർ ഉപയോഗിച്ച് ഫ്ലവർ ഉണ്ടാക്കാം. ആവശ്യമായ ക്രീപ്പ് പേപ്പേഴ്സിൻ്റെ അളവ് ഞാൻ ചൂടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേണ്ടത് ഗ്ലൂ, ഗ്രീൻ ടേപ്പ്, കമ്പി, ത്രെഡ്. 2x5 സെൻറ്റിമീറ്ററിലെ ക്രീപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എഡ്ജിൽ പശ തേച്ചതിന് ശേഷം അടുത്ത എഡ്ജ് അതിലോട്ട് ഒട്ടിച്ച് ചേർക്കണം. അപ്പോൾ ഒരു സിലിണ്ടർ ഷേപ്പിൽ കിട്ടും. കമ്പിയുടെ അറ്റം ചെറുതായൊന്ന് വളച്ചു കൊടുക്കണം. അതിനുശേഷം ചെറിയൊരു പീസ് പേപ്പർ എടുത്ത് പശ തേച്ച് കമ്പിയിലോട്ട് ചുറ്റിക്കൊടുക്കാം. ഞാനിവിടെ യെല്ലോ കളർ ക്രീപ്പ് പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒട്ടിച്ചു വച്ചിരിക്കുന്ന ക്രീപ്പ് പേപ്പർ എടുത്ത് അതിൻ്റെ ഒരറ്റം കൂട്ടിപ്പിടിക്കണം ഒരുമിച്ച്. പേപ്പർ ചുറ്റി വെച്ചിരിക്കുന്ന കമ്പി ഇതിനുള്ളിലൂടെ കടത്തി നൂലുപയോഗിച്ച് കെട്ടിക്കൊടുക്കാം. ക്രീപ്പ് പേപ്പറിനെ ക്രീപ്പർ പേപ്പർ എന്നും പറയാറുണ്ട്. ഇനി അതിൽ ഒതുങ്ങിയിരിക്കുന്ന താഴ്ഭാഗം വിരൽ ഉപയോഗിച്ച് നിവർത്തി കൊടുക്കാം. ഫ്ലവറിൻ്റെ മുകൾ ഭാഗം സ്ട്രെച്ച് ചെയ്ത് കൊടുത്ത് നിവർത്തിയെടുക്കണം. അധികം ബലം കൊടുക്കണ്ട, പേപ്പർ കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ക്രീപ്പ് പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതാണ്, നമുക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിവർന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഫ്ലവർ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ബഡ്സ് ആണ്. അതിനായിട്ട് ഞാൻ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട്. 3x6 സെൻറ്റിമീറ്ററിലെ ക്രീപ്പ് പേപ്പറും എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് കോട്ടൺ എടുത്ത് അതിനൊരു ബോളിൻ്റെ ഷേപ്പിൽ ഉരുട്ടി എടുക്കണം. ക്രീപ്പ് പേപ്പറിൻ്റെ സെൻറ്റർ ഭാഗം സ്ട്രെച്ച് ചെയ്ത് നിവർത്തിയെടുക്കണം. ചെയ്തു വച്ചിരിക്കുന്ന കോട്ടൺ ബോള് അതിനുള്ളിലാക്കി കിട്ടിയെടുക്കണം.
ഗ്രീൻ ടേപ്പ് കൂടെ ചുറ്റിയെടുത്താൽ നമ്മുടെ ബഡ്സും റെഡിയായി. ഇനി നമുക്ക് ഇലകളാണ് ആവശ്യം. അതിനായിട്ട് 30x5 സെന്റിമീറ്ററിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ 4ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനെ വിഡ്ത്ത് വേസിൽ ഒരിക്കൽ കൂടെ മടക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഏത് ഇലയുടെ ആകൃതിയാണോ ആവശ്യം അത് വരഞ്ഞ് വെട്ടിയെടുക്കാം. ഒരു ഇലയുടെ ഷേപ്പിൽ പശ തേച്ച് അതിൻ്റെ പുറത്ത് കമ്പി വെച്ചതിന് ശേഷം മറ്റൊരു ഇലയുടെ ഷേപ്പുള്ള പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ലീഫ് ചെയ്യാനായിട്ട് 2 എണ്ണം ആവശ്യമായിട്ടുണ്ട്. മഷി തീർന്നു പോയ ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ച് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇലയുടെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അങ്ങനെ ഇലകളും റെഡിയായി. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഫ്ലവറും ഒരു ബഡ്സും ഒരു ലീഫും ഒരുമിച്ച് ചേർത്താണ് അറേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ക്രീപ്പ് പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവർ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.